കുട്ടി ഏണിയിലൂടെ മുകളിലേക്ക് കയറി ചന്ദ്രൻ വൃത്തിയാക്കാൻ തയ്യാറെടുത്തു. എന്നാൽ ഏണിയുടെ മുകളിൽ എത്തിയപ്പോഴേക്കും അവന്റെ ശരീരം അപ്രതീക്ഷിതമായിട്ട് വായുവിൽ ഒഴുകാനായിട്ട് തുടങ്ങി. പിന്നീട് അവൻ ചന്ദ്രനിൽ ഇരിക്കുന്നത് കാണാം. അവിടെ നക്ഷത്രങ്ങൾ കൂമ്പാരമായി കിടക്കുകയായിരുന്നു. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. പിതാവ് വെയർഹൌസിൽ നിന്ന് ഒരു ഉപകരണ വണ്ടി പുറത്തെടുത്തു. മുത്തച്ഛൻ കാലിഗ്രാഫി ബ്രഷ് പോലെയുള്ള ഉരുണ്ട തലയുള്ള ഒരു ശൂല് തിരഞ്ഞെടുത്തു. എന്നാൽ വൃത്തിയാക്കാൻ നീളമുള്ള പിടിയുള്ള ശൂലായിരിക്കും കൂടുതൽ നല്ലതെന്ന് പിതാവ് വിശ്വസിച്ചു. വൃത്തിയാക്കാനുള്ള ഉപകരണം തിരഞ്ഞെടുക്കാൻ കുട്ടിയുടെ ഊഴമായപ്പോൾ പിതാവ് അവനെ തടയുകയും തന്റേതുപോലുള്ള നീളമുള്ള ചൂല് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ഇത് അടുത്ത് നിന്ന് മുത്തശ്ശനെ അതൃപ്തനാക്കി. അദ്ദേഹം തന്റെ ഉരുണ്ട തലയുള്ള ചൂല് കുട്ടിക്ക് നൽകി. ഇപ്പോൾ കുട്ടിയുടെ ഓരോ കൈകളിലും ഓരോ ചൂലുകളുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു നിന്നു. തന്റെ അഭിപ്രായം കുടുംബം അവഗണിക്കുന്നു എന്ന് തോന്നിയ കുട്ടി ആ രണ്ടുപേരുടെയും തർക്കം നിസ്സഹായനായിട്ട് കേട്ടു നിന്നു. കുട്ടിയുടെ ഓർമ്മയിൽ അവർ എപ്പോഴും ഇങ്ങനെയായിരുന്നു. സാഹചര്യം എന്തു തന്നെയായാലും അവർ എപ്പോഴും തർക്കിക്കുമായിരുന്നു. കുട്ടിക്ക് തൊപ്പി ധരിക്കണമെന്ന് തോന്നിയപ്പോൾ അത് കൂടുതൽ ഭംഗിയായി കാണാൻ അതിന്റെ വശങ്ങൾ ഉയർത്തി വെക്കണമെന്ന് മുത്തശ്ശൻ കരുതി. എന്നാൽ താഴ്ത്തി വെക്കുന്നതാണ് കൂടുതൽ ചൂട് നൽകുക എന്ന് പിതാവ് വിശ്വസിച്ചു. ഇത്തരം കാര്യങ്ങളിൽ അവർ എപ്പോഴും വഴക്കിടുമായിരുന്നു. കുട്ടി പതുക്കെ അവരെ പോലെയായി മാറി. പിതാവ് മൂക്ക് തിരുമ്പുമ്പോഴെല്ലാം കുട്ടിയും അത് അനുകരിക്കും. മുത്തശ്ശൻ ചെവി തിരുമ്പുമ്പോഴും കുട്ടി അത് തന്നെ ചെയ്യും. അവർ തർക്കം തുടരുന്നതിനിടയിൽ പെട്ടെന്ന് ഭൂമി ശക്തമായിട്ട് കുലുങ്ങാൻ തുടങ്ങി. ഒരു കൂറ്റ നക്ഷത്രം ചന്ദ്രനിൽ വന്ന് പതിച്ചു. മുത്തശ്ശനും പിതാവും പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും ആ നക്ഷത്രത്തെ അവിടുന്ന് മാറ്റാനായിട്ട് കഴിഞ്ഞില്ല. ആ നിമിഷം കുട്ടി നക്ഷത്രത്തിനടുത്തേക്ക് നടന്നു നിന്നു. അവൻ കൈകൊണ്ട് അതിൽ തട്ടി നോക്കുകയും നക്ഷത്രത്തിന്റെ പ്രകാശം നിരീക്ഷിക്കുകയും ചെയ്തു. അവൻ ഒരു ബുദ്ധി തോന്നി. കുട്ടി നക്ഷത്രത്തിന് മുകളിലേക്ക് കയറി. പിന്നീട് തന്റെ അരയിൽ തൂക്കിയിട്ടിരുന്ന ചുറ്റികയെടുത്ത് അതിൽ ഒരു തട്ട് കൊടുത്തു. ആ വലിയ നക്ഷത്രം പെട്ടെന്ന് തന്നെ ഒട്ടനവധി ചെറിയ നക്ഷത്രങ്ങളായിട്ട് മാറി. തന്റെ പിതാവിനോ മുത്തച്ഛനോ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം അവൻ പരിഹരിച്ചു. ആ കൊച്ചു നക്ഷത്രങ്ങൾ ചന്ദ്രനിലുടനീളം ചിതറിക്കിടന്നു. കുട്ടി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപകരണം തെരഞ്ഞെടുത്തു. പിന്നീട് അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായില്ല. പകരം അവർ ഒത്തുചേർന്ന് ആ കൊച്ചു നക്ഷത്രങ്ങളെല്ലാം ചന്ദ്രന്റെ ഒരു വശത്തേക്ക് കൂട്ടിയിട്ടു. അങ്ങനെ അവരുടെ സംയുക്ത പരിശ്രമത്തിലൂടെ ഒരു പൂർണ്ണ ചന്ദ്രനെ അവർ ഒരു അമ്പിളിമാമനാക്കി മാറ്റി. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ കുട്ടികളുടെ ആശയങ്ങളെ മാനിക്കുകയും അവരുടെ ജീവിതം അവരുടേതായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കാൻ അവരെ അനുവദിക്കുകയും വേണം.